എല്ലാവരുടെയും ഭാഗത്ത് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. എന്തിനാ കോംപ്രമൈസ്? എന്തിനാ കോംപ്രമൈസ്? ഇല്ല, നമ്മൾ സംസാരിക്കുന്നു, നമ്മളെല്ലാവരോടും സംസാരിക്കുന്നു. ഇനി കോംപ്രമൈസ് ഉണ്ടാക്കേണ്ട ഭാഗമൊന്നുമില്ല. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നൊരു സാധനം താഴെ വീണ് പോയി, താഴെ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മളുകൂടി അത് എടുത്തു കൊടുക്കും. അത് നമ്മൾക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അത് സഹായമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് കോംപ്രമൈസിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാം ഇങ്ങനെ തന്നെയല്ലേ, എല്ലാം കോംപ്രമൈസിങ് അല്ലേ. എല്ലാവരും ജീവിക്കണമെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് കോംപ്രമൈസ്ഡ് ആയിരിക്കണം എപ്പോഴും. അതല്ലാണ്ട് ആ ഭാഗം ഇന്നേ വരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇത്രയും മനുഷ്യരുണ്ട്, എന്നിട്ടൊരു മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല അവിടെ. കാരണം ആദ്യം അറിയേണ്ടത് എന്താണ്? ഒരു വ്യക്തിയുടെ കാലിൽ നിന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? അതാണ് ആദ്യം, ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി അതാണ്. ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത്. അവനവനിൽ എന്ത് മാറ്റം? എന്തോ ആ രഹസ്യം സത്യസന്ധത. സത്യസന്ധത സത്യസന്ധത മാത്രമേ ഉള്ളൂ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. കപടതയില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നതിൽ തുടരുന്നു, അനുഭവത്തിൽ നിന്ന് മാറുന്നില്ല. അതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ കാരണം, രഹസ്യം. അല്ല, അത് എനിക്ക് കപടതകൾ കണ്ടെത്തുന്നവരെത്തി കണ്ടെത്തട്ടെ. ഞാൻ എൻ്റെ അനുഭവത്തിൽ കപടതകളില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിലാണ് കാര്യം. എൻ്റെ വാക്കുകളിൽ കപടതകൾ ആര് കണ്ടെത്തുന്നു അത് എടുക്കണ്ടെന്നേ. കപടത എടുക്കണ്ട, ഞാൻ പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ ആരുടെയും ഭാഗത്തു നിന്നൊന്നും എടുക്കുന്നില്ല. ഞാൻ എന്നിൽ നിലനിൽക്കുന്ന അവസ്ഥയിലാണ് തുടരുന്നത്. ഇവിടെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമല്ല, മനസ്സിലായി? എനിക്ക് നിങ്ങളുടെ ശബ്ദത്തെ എടുത്ത് എൻ്റെ ശരീരമാക്കുന്ന ഭാഗമുണ്ടെങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് എടുക്കാനും എനിക്കറിയാം. അതിൽ കപടത ഉള്ളത് എടുക്കുന്നില്ല. കപടത ഇല്ലാത്തതാണ് എനിക്ക് വേണ്ടത്, അത് ഞാൻ എടുക്കുന്നുണ്ട്, മനസ്സിലായി? നിങ്ങളിൽ കപടത ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് തിരക്കണത്? നിങ്ങൾ കപടത ഇല്ലാത്ത ഭാഗം ഞാൻ അറിയുന്നുണ്ട്, അത് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ചൊറിയുണ്ട്, നിങ്ങൾ വൃത്തികേടുണ്ടെങ്കിൽ അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വൃത്തിയുള്ള ഭാഗം എനിക്കറിയാം. ആ വൃത്തിയാണ് എനിക്ക് വേണ്ടത്. കാരണം ഞാൻ വൃത്തിയിലിരിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ വൃത്തിയെ തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൃത്തിയുമായിട്ടുള്ള ബന്ധം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് വൃത്തിയുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട് തന്നെ. എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും ഉള്ള വൃത്തിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. വൃത്തികേടല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, വൃത്തിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആശ്വാസമുണ്ട്. ചുട്ട് കൊണ്ടെന്ന് വെച്ചാൽ ശരിയാവില്ല. ദോശ ചുട്ട് ചൂടോടെ വീഴണം. അപ്പൊ പ്രകാശം പറയാനുള്ളത് കുറച്ച് ഉപദേശം. സബാസ്റ്റ്യൻ സാറെ, എല്ലാവർക്കും സബാസ്റ്റ്യൻ സാറിനെ പേടി, ആരും ഒന്നും മിണ്ടുന്നില്ല. എന്നെ പേടിക്കാൻ ചോദ്യം അല്ല, എന്നെ ഒന്ന് സഹായിക്കാമെന്ന് സെബാസ്റ്റ്യൻ സാറിനോട് സംസാരിച്ചിട്ടേ എന്നെ ഒരാൾ എന്നെ ഏൽപ്പിച്ചു പോയതാണ്. അപ്പൊ ഞാൻ ഒരു 2 ദോശ ചുട്ടു തിന്നിട്ട് ഞാൻ പറയാം. അതുവരെ ഒന്ന് മൈക്ക് ഒന്ന് കൈകാര്യം ചെയ്യോ പ്രകാശ് സാറിന്? സെബാസ്റ്റ്യൻ സാറിന്റെ ഇല്ല, എന്താ കൈകാര്യം അടിച്ചോട്ടണം. കൈകാര്യം ബോധം ഗ്രൂപ്പിൽ കൊട്ടേഷൻ കൊടുക്കാൻ തുടങ്ങിയ ഓടിച്ചിടാൻ. എന്റെ കൂട്ടാളി ബാബു ബിൽഡിംഗ് ഉണ്ടാക്കാൻ മറ്റോടത്ത് പൊളിച്ചെന്ന് പറയാം. കൂട്ടുകാരന്റെ തലയിൽ കിട്ടുമെന്ന് വെച്ചാൽ അടിയിൽ പോയിരുന്നോട് ചിരിക്കുക. അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ സാറേ. അവിടെ ഇല്ല, മറ്റേ ഇന്നലെ നിങ്ങൾക്ക് ഇന്നലെ ഇവിടെ ഒരു എൻജെ വന്നിട്ടുണ്ടായിരുന്നു. എൻജെ വന്നിട്ട് കുറെ കാലമായി ക്ലബ് ഹൗസിൽ കയറിയിട്ട് പുള്ളിക്ക് ഇവിടെ കുറച്ച് എന്തെല്ലാം സംസാരിക്കാൻ വന്നിട്ട് വന്നപ്പോ
ചോദിച്ചപ്പോ അക്ഷയ് പുള്ളിനെ താഴ്ത്തിട്ടു. അക്ഷയ് എന്തോ സംസാരിക്കില്ല. അപ്പോ ഞാനും അക്ഷയ് സംസാരിക്കുന്ന കേട്ടിട്ട് എൻജിൻ ഓർക്കുന്നില്ല. അപ്പുറത്ത് പോയിട്ട് ഒരു മുറി ഇട്ടിട്ട് കുറെ തെറി പറഞ്ഞവര്, നിങ്ങൾക്ക് തെറി പഠിക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം. അത്രയും എന്നെയാണ് വലിയ തെറി പറഞ്ഞത്. ഇനി അടുത്ത പ്രാവശ്യം എൻജോയ് മുറിയിൽ വരുമ്പോ ഒരു 10 ഡെറ്റോൾ ബോട്ടിൽ വാങ്ങി വെക്കണം, പുള്ളിന്റെ വായി കഴിയുള്ളൂ. അല്ലെ കുട്ടനാട് രാമി കുത്തുകൂടുന്നത് ഹരിസാർ നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. എന്താ എന്താ ഒന്നും അറിയില്ല എങ്ങനെയൊക്കെയാണ്. ഹരീഷൻ എപ്പോഴും ചിരിക്കുക. ഹരീഷൻ ആരാ പുള്ളി? ഹരീഷിന് മൂളി വന്ന് കുറച്ച് 10 മിനിറ്റ് കൊണ്ട് പറയേണ്ടത് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് താഴ്ത്തിട്ട് പോകും. മനസ്സിലായി? കാരണം അത്രയും സമയമില്ലാത്ത മനുഷ്യനാണ്. 10 മിനിറ്റ് കൊണ്ട് പറയേണ്ടത് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് വന്നിട്ട് താഴത്ത് പോയിരുന്ന് സാവകാശമായ വിറക്കും. ഞാൻ എന്താ പറഞ്ഞത്? ഇല്ല, എനിക്ക് കുഴപ്പമില്ല. ഹരീഷിന് നല്ല ശരിയുള്ള മനുഷ്യനാണ്, നല്ല ശരിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടല്ലേ ഇത്രയും നാളുടെ ക്ലബ് ഹൗസിലുണ്ടല്ലോ, വരുന്നുണ്ടല്ലോ, ഇവിടെ വരുന്നുണ്ടല്ലോ, ഇവിടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹരീഷിൻ്റെ റെപ്രസെൻറ്റേറ്റിംഗ്സ് വോയിസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഹരീഷൻ അവിടെ ശരിയാണ്. മനസ്സിലായി? അവിടെ ശരിയായതുകൊണ്ടാണ് എവിടെയോ ഹരീഷിന് ശരിയായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ക്ലബ് ഹൗസിൽ ഹരീഷിൻ്റെ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതങ്ങനെയാണ്. മനസ്സിലായി? ഗിൽറോയ് എവിടെയോ ശരിയായിട്ടിരിപ്പുണ്ട്. മനസ്സിലായി? ശരിയായിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് എന്നെ പേടിക്കണം എന്തിനാ? എന്നെ പേടിക്കണം എന്തിനാ? എന്നെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. എന്നെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയാണ് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല. എങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ഉപദ്രവിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോകത്തേ ഉള്ളൂ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ. എന്തോ ആ ഷുവർ 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 ഷുവർ. ഓ സോറി പ്രകാശ്. ഇൻസ്റ്റെഡ് ഓഫ് മോഡറേറ്റിംഗ് ഐ മൂഡ് യു. ഓക്കെ 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 നൗ ഓക്കെ ഫൈൻ ഡൺ. ഇല്ല, നിങ്ങൾക്ക് ക്ലബ് ഹൗസിൽ ഏറ്റവും വലിയ തെറി കേൾക്കണമെങ്കിൽ ആ മുറി ഞാനിപ്പോ നിങ്ങൾക്ക് പിന്നെയും അതും എന്റെ പേര് വിളിച്ചിട്ട് കുറെ തെറിഞ്ഞു പറഞ്ഞ എൻജോയ്ക്ക് സല്യൂട്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം എൻജോയ് മുറിയിൽ വരുമ്പോ ഞാൻ കുറെ ഡെറ്റോൾ വായി വെക്കും. പുള്ളിക്ക് അത്രയൊന്നും ആറുന്നു. എന്നെ ആരെങ്കിലും തല്ലാൻ വരികയാണെങ്കിൽ ഞാൻ ഓടിക്കളയത്തേ ഉള്ളൂ ഗിൽറോയ്. ഞാൻ ഒരിക്കലും തിരിച്ചു തല്ലത്തില്ല. പക്ഷെ തിരിച്ചു തല്ലുന്നത് എനിക്ക് ഒരു 10 മിനിറ്റ് കേട്ടോണ്ട് മനസ്സിലാവും ആ കണ്ടന്റ്. നല്ലതാ, ഓരോരാള് ലെവല് മനസ്സിലാക്കാം. ഈ എൻജിയിൽ വലിയ ആളെ പോലെ നടക്കുന്ന ആൾക്കാർ ഒരേ പൊളിറ്റിക്കൽ റിഫോമും നാടിനെ ശരിയാക്കണം എന്ന് പറയുന്ന ഈ മണ്ടന്മാര്, അവരെ വായിൽ വരുന്ന വാക്കുകളിൽ നിന്നുള്ള അർത്ഥം കാണണമെങ്കിൽ കേട്ടാം. വേദാന്തം അത്രയും ലോ ലെവൽ സ്റ്റുപ്പിഡിറ്റിയുള്ള ആൾക്കാര് ഇവിടെ വന്നിട്ട് എന്താ പറയല്? നിങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല. അറിയില്ല ലെവൽ ഓഫ് ഡീസൻസി. This is what our society is, right? In the name of understanding something, we are very abusive. Now, this is the common mindset. So, let's understand what the common mindset is. This is how it is. പറ്റുന്നില്ല. I have my own nonsense. Every person have their own nonsense and stupidity. ഇല്ല, ഇത് കുറച്ച് കേട്ടു. This is a cross section of humanity, so nothing to be shy of. But this is how it is. This is how we use social platforms.